ഹെവൻലി മെഡിസിൻസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിമ്മി. ഐ എം ഫ്രം ചാലക്കുടി. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മുടെ കേരളത്തിൻ്റെ ജനതയുടെ ആരോഗ്യം എങ്ങോട്ട് എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനം നമുക്കറിയാം. ദ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഹെൽത്ത് ഈസ് നോട്ട് ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ജനതയുടെ ആരോഗ്യസ്ഥിതി എങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആശുപത്രികൾ മുഴുവനും എല്ലാ സ്ഥലത്തും ആശുപത്രികൾ. ഇത് ആക്ച്വലി നമ്മുടെ ആരോഗ്യത്തെ ഇമ്പ്രൂവ് ചെയ്യേണ്ട, ഇത് നമ്മളെ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സെറ്റപ്പാണ്. ഇതൊരു സിക്ക് ഇൻഡസ്ട്രിയാണ്. ഇത് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് നല്ല സ്പോർട്സ് ക്ലബ്ബുകൾ, ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ, മറ്റു കളികളുടെ രംഗങ്ങൾ, ഇതൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം സിക്ക് ഇൻഡസ്ട്രിയാണ്. ഇതൊന്നും ആരോഗ്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ അസുഖങ്ങളുണ്ടായാൽ മാറ്റാൻ, ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രികൾ. ഒരിക്കലും ആരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം ഉണ്ടാവുന്നത്. നമ്മൾ ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഫിൻലൻഡിൽ 17.5 മില്യൺ ജനങ്ങളാണ് ആകെ ഉള്ളത്. അവിടെ ഉള്ള സൈക്കിളിൻ്റെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 23.5 മില്യൺ സൈക്കിൾ അവിടെ ഉണ്ട്. അതായത് ഒരാൾ 1.4 സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വയസ്സായവരുണ്ട്, കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെ തന്നെ ഒരു നല്ലൊരു മേജർ ഷെയർ ആൾക്കാർക്ക് ഇത് ചവിട്ടാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 1.5-2 സൈക്കിളോടത്തോളം ഉണ്ട് ആ രാജ്യത്ത്. അങ്ങനെയാണ് അവർ എക്സസൈസ് ചെയ്യുന്നത്. പരിശീലനം അങ്ങനെയാണ്. അപ്പോൾ അവർ നമ്മളെക്കാളും വളരെ നല്ല ആരോഗ്യസ്ഥിതിയുള്ള മനുഷ്യരാണ്. ആരോഗ്യം എങ്ങനെ നമ്മൾ തിരിച്ചറിയും? നമുക്ക് എന്ത് മെഷർമെൻറ്റിൽ അറിയാൻ പറ്റും ആരോഗ്യം? ശരിക്കും ഓരോ വ്യക്തികൾക്കും നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ അരിയോ മേടിക്കുമ്പോൾ നമ്മൾ തൂക്കി മേടിക്കും, എണ്ണകൾ മേടിക്കുമ്പോൾ നമ്മൾ ലിറ്റർ കണക്കിന് മേടിക്കും. അലോപ്പതിയിൽ പല അസുഖങ്ങൾക്കും മെഷർമെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ഷുഗർ വന്നാൽ അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, അത് ഒരു നമ്പറിലേക്ക് ആക്കിയിട്ടുണ്ട് അവർ. അല്ലെങ്കിൽ പ്രഷർ വന്നാൽ നമുക്ക് 80-120 നോർമൽ എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരുമ്പോൾ അതൊരു നമ്പറിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യത്തെ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അപ്പം ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവാണ്. അതായത് ഇന്ന് നമ്മുടെ ഇടയിൽ, നമുക്ക് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് 35 ലക്ഷം തുടങ്ങി 45 ലക്ഷം വരെ ബംഗാളികൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരും നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയണം. ഞാനൊരു 6 മാസം മുമ്പ് എൻ്റെ ഇളയമൻ 6ാം ക്ലാസ്സിലാണ്. അവരുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ 60 സ്റ്റുഡൻസ് ഉണ്ട് ആ സ്കൂളിൽ, 6ാം ക്ലാസ് വരെ. അപ്പോൾ 10 പേരായിട്ടാണ് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത് അവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 10-ൽ 3 പേർക്ക് അവർ കണ്ണട വെച്ചിട്ടുണ്ട്. അതായത് 100 പേര് ഉണ്ടെങ്കിൽ 30% പേര് കണ്ണട വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ 35 മുതൽ 45 ലക്ഷം വരെ ഉണ്ടെന്ന് പറയുന്നു. അവരിൽ ഒരാൾ പോലും കണ്ണട വെച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി നമ്മളെക്കാളും വളരെ മുൻപിലാണ്. നമ്മൾക്ക് ഈ ആരോഗ്യസ്ഥിതി ഒരു 30-40 വർഷം മുമ്പ് നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്നു. അവർ വളരെ അപൂർവ ആൾക്കാർ മാത്രമേ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിന്ന് ഒരു പൊതു സ്ഥലത്ത് ചെന്നാൽ 10-30-40 പേരുള്ള ഒരു പൊതു സ്ഥലത്ത് ചെന്നാൽ പലരുടെയും മുഖത്തെ തൊലി കറുത്ത് കട്ടി പിടിച്ച് കാണാവുന്നതാണ്. അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ കയ്യിൽ തൊലികൾ കറുത്ത് കട്ടി പിടിച്ചത്. ഡോക്ടർമാർ പറയുന്നത് ഇത് സൂര്യൻ്റെ വെയിലടിച്ചത് കൊണ്ടാണ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ ബംഗാളികൾ കേരളത്തിൽ കാലത്ത് തുടങ്ങി വൈകിട്ട് വരെയും ഓവർ ടൈമും രാത്രിയും പകലും വ്യത്യാസമില്ലാണ്ട് ജോലി ചെയ്തിട്ട് ഇവരുടെ ഒരാളുടെയും മുഖത്തെ അല്ലെങ്കിൽ കഴുത്തിലോ കയ്യിലെ തൊലി കട്ടി പിടിക്കുകയോ കറക്കുകയോ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞിട്ട് കൊണ്ടുപോയിരുന്നു.
അപ്പോൾ എൻ്റെ ചീട്ടിൻ്റെ നമ്പർ 1256. അപ്പോൾ ആ ആശുപത്രിയിൽ വൈകിട്ടായപ്പോഴത്തേക്കും 4 മണി ആയപ്പോഴത്തേക്കും 1256 പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് കേട്ടോ. ഇതിനകത്ത് ആകെ ഒരു ബംഗാളിയാണ് കൗണ്ടറിൽ ഇരുന്നവരോട് ചോദിച്ചപ്പോൾ ഒരു ബംഗാളിയാണ് വന്നതെന്ന് പറയുന്നത്. ആ ഒരു ബംഗാളി വന്നത് മരത്തുമെന്ന് വീണിട്ടാണ്. അവൻ്റെ കൈയും കാലും ഒടിഞ്ഞിട്ടാണ് അവൻ വന്നത്. എന്നാൽ നമ്മളുടെ 1256 പേഷ്യൻസ് അവിടെ 55 പേഷ്യൻസ്, ഈ ബംഗാളിലെ കുറയ്ക്കണമല്ലോ, 55 പേഷ്യൻസ് ആ ആശുപത്രിയിൽ അന്നേ ദിവസം 4:30 ആയപ്പോഴത്തേക്കും വന്നു പോയി. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ ഇതുവരെ, അതൊരു 50 കൊല്ലത്തിന് ഇടയിൽ ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ കാലാവസ്ഥയുടെ ചൂട് കൂടിയെന്ന്. കേരളത്തിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ഈ കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് 40 ഡിഗ്രി വരെയും പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 42 ഡിഗ്രി വരെയാണ്. ഇന്ന് വരെ ഈ 50 കൊല്ലത്തിൻ്റെ ഇടയിൽ ആരും പറഞ്ഞു കേട്ടില്ല ചൂട് കൂടുതലാണെന്ന്. ജനങ്ങൾ തമ്മിൽ രണ്ടുപേര് കണ്ടുകൂടിയാൽ എന്തൊരു ചൂട്, എന്തൊരു ചൂട്, ഒരു മഴ പെയ്താൽ എന്തൊരു തണുപ്പ്, എന്തൊരു തണുപ്പ്, എന്തൊരു മഴ, ഇങ്ങനത്തെ ഒരു ഫീലിങ്ങിലേക്ക് പോയി. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് ഞാൻ ഈ ഹെൽത്ത് എന്നുള്ള അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അന്ന് ക്യൂസ് മാസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ചോദ്യങ്ങളാണ്. ഒന്ന് ബോഡി ടെമ്പറേച്ചറും, ഒന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ എണ്ണം, ഒരു മിനിറ്റിൽ എത്ര ഹൃദയം, ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണം. ഇത് 72ഉം ചൂട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡുമായിരുന്നു. അതിൻ്റെ കൺവേർഷൻ 98.6 ഫാരൻഹീറ്റുമായിരുന്നു. ഇന്ന് ശരീരത്തിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് അവരൊരു റേഞ്ചായിട്ടാണ് 50 മുതൽ 100 വരെ ആയിരിക്കാം. അല്ലെങ്കിൽ ചൂടിൻ്റെ റേഞ്ച് 36 മുതൽ 38 വരെ ആയിരിക്കും. അതിൻ്റെ ഇടയിലായിരിക്കണം എന്ന് പറയും. അത് ഈ ഒരു 30-40 കൊല്ലം, ഒരു 20-30 കൊല്ലം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. ഒക്കെ റേഞ്ചിൽ പറയാം. അപ്പം നമ്മുടെ സ്റ്റഡി ആയിരുന്ന 72ഉം പോയി, നമ്മുടെ ടെമ്പറേച്ചർ 37 എന്നുള്ളത് 36-ഉം 38ഉമായി. ആക്ച്വലി ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിക്ക് ഒരു ഇൻവോളണ്ടറി കൺട്രോൾ ഉണ്ട്. ആ ഇൻവോളണ്ടറി കൺട്രോളാണ് ഈ ഹാർട്ട് ബീറ്റിനെയും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നത്. അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൃത്യതയുണ്ടാവേണ്ട ബോഡി ടെമ്പറേച്ചറും ഹാർട്ട് ബീറ്റുകളും വ്യത്യാസം വരുന്നതാണ് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യേകത. ഇത് നമുക്ക് ഒരു 30-40 കൊല്ലം മുമ്പുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ, അവരോട് ചോദിച്ചാൽ അവർ പറയും 72 നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 98.6 പറയും. അപ്പോൾ ഇതൊരു ബോഡിയുടെ ഇൻവോളണ്ടറി കൺട്രോൾസാണ്. ഇങ്ങനത്തെ ഇൻവോളണ്ടറി കൺട്രോൾസ് തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചങ്ങളുണ്ടാവും. പിന്നെ ചിലരിൽ ഞാൻ ഹാർട്ട് ബീറ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഹാർട്ട് ബീറ്റ് 72 ആണെങ്കിലും ചില മനുഷ്യരുടെ ഹാർട്ട് ക്രമാതീതമായിട്ട് ഭയങ്കര 200-250 രീതിയിലേക്ക് ഒരു മിനിറ്റിൽ ഇടിക്കും. അതിനെ പാൽപിറ്റേഷൻ എന്ന് പറയും. അത് വരുമ്പോൾ നമ്മുടെ ഈ ഇൻവോളണ്ടറി കൺട്രോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം നമ്മളൊരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ വരുമ്പോൾ നമുക്ക് നെഞ്ച് പടപടാന്ന് ഇടിച്ചു കയറി വരും. അങ്ങനെ ഇടിച്ചു കയറി വരുമ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാണ്ടായിരിക്കും, നഷ്ടപ്പെടും. അതായത് നമുക്ക് ചിലർക്ക് ഇരിക്കേണ്ടി വരും, ചിലർക്ക് കിടക്കേണ്ടി വരും, ചിലർക്ക് ജോലി കഷ്ടിച്ച് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ചൂട് കൂടുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടുതലുണ്ട്. ചൂട് കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ തിക്നെസ് കുറയും, ഉള്ളം കൈ വേർക്കും. നമ്മുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്, എന്ത് പോയിൻറ്റ്സാണ് കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ചിന്ത അവരുടെ പ്രോസസ്സാണ്. എന്നാൽ ശരീരത്തിൻ്റെ ചൂട് കൂടുമ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് 10-15 ചിന്തകൾ, നമ്മളൊരു ബന്ധമില്ല, നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത മഴ പെയ്യോ, ഇടി വെട്ടോ, അതാ സംഭവിക്കുകയോ, ആക്സിഡൻറ്റ് സംഭവിക്കുകയോ, ഇത് സംഭവിക്കുകയോ, അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ തലയിൽ പോപ്പപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, നമ്മുടെ സെൻസസിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇതിനെപ്പറ്റിയൊക്കെ തുടർന്നുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം.
പിന്നെ ദഹനക്കുറവ്, ശരീരത്തിൻ്റെ ഭക്ഷണ ആഗീരണക്കുറവ്, നമ്മുടെ വിസർജനം പോകാതിരിക്കുക, ഇതൊക്കെയാണ് മറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഇൻവോളണ്ടറി കൺട്രോൾസ്. ഇത് കറക്റ്റ് ചെയ്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന ആരോഗ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അസുഖങ്ങളുടെ എണ്ണം കുറയും. എന്ത് അസുഖങ്ങളായിക്കോട്ടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഹെവൻലി മെഡിസിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ നൂതന ചികിത്സാ രീതി. അപ്പം നമ്മുടെ ഡിസീസസ് ഒരുപാട് കുറയും. ചിലർ വണ്ണം വയ്ക്കില്ല എന്നുള്ള, കുറേയധികം തിന്നിട്ടും വണ്ണം വയ്ക്കില്ല എന്ന പരാതി ഉണ്ടാവും. കുറച്ച് ആൾക്കാർ കുറച്ച് തിന്നിട്ടും വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതി ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇൻവോളണ്ടറി കൺട്രോൾസ്, നമ്മൾ സ്വയമായിട്ട് നിശ്ചയിക്കാതെ സ്വയം ഉണ്ടാകേണ്ട കുറേ കൺട്രോൾസ് ബാലൻസ് ചെയ്താൽ ഇതൊക്കെ തിരിച്ചു വരാം എന്നുള്ളതാണ് ആരോഗ്യത്തെപ്പറ്റി കേരള ജനതയോട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഹെവൻലി മെഡിസിൻസുമായിട്ട് ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. താങ്ക് യു വെരി മച്ച്.